നമസ്കാരം. പാർട്ടി സീറ്റ് എവിടെ? മോഹമുക്തരുടെ സീറ്റ് മോഹങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നു പാർട്ടികൾ. CPM സ്ഥാനാർത്ഥികളെയൊക്കെ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു. മുതിർന്ന നേതാക്കളിൽ പലർക്കും സീറ്റില്ല. ഇടുക്കിയിൽ ഉടുമ്പൻചോലയിൽ മൂന്നാം ഊഴത്തിന് മണിയാശൻ്റെ പേര് ജില്ലാ കമ്മിറ്റി എഴുതി അയച്ചുവെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് വെട്ടി. പകരം മുൻ MLA KK ജയചന്ദ്രൻ്റെ പേര് എഴുതി ചേർത്തു. പാർട്ടിയുടെ അച്ചടക്കമുള്ള പോരാളിയാണെങ്കിലും മണിയാശാൻ മോഹമുക്തനുമൊന്നും അല്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ റെഡിയെന്ന് മണിയാശാൻ. എനിക്ക് ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അത് മത്സരിക്കുന്ന വേണ്ട എന്നൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അല്ല. മണിയാശാന് പ്രായമായി, ഷുഗറുണ്ട് എന്നൊക്കെയാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത്. അതൊന്നും ഒരു ആരോഗ്യ പ്രശ്നമേ അല്ലെന്നാണ് ആശാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇക്കാലത്ത് ആർക്കാണ് അല്പസ്വല്പം ഷുഗർ ഇല്ലാത്തത്? ഞാൻ ഒരു ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടില്ല. ഷുഗർ ഉണ്ടോ? അല്ല, ചായക്ക് മധുരം വേണോന്ന്. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെയുള്ള ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉള്ളതാണ്. അല്ല, സാധാരണ നിന്നെ കാണാൻ മുന്നേ അവർക്ക് ഇച്ചിരി പഞ്ചാരയുടെ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പഞ്ചാര വേണോല്ലേ? ഇട്ട് തരാം. ആശാന് പകരം മത്സരിക്കുന്ന KK ജയചന്ദ്രൻ പൂർണ്ണ ഷുഗർ രോഗിയാണെന്ന് ആശാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടുപേരുടെയും ലാബ് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് പാർട്ടിക്ക് ഇനി അന്തിമ തീരുമാനം എടുക്കാവുന്നതാണ്. എല്ലാം ഉണ്ട്. ജയചന്ദ്രൻ പൂർണ്ണ ഷുഗർ രോഗിയാണ്. ആശാനെ, 3 ചായ, 1 പാല്, കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതൽ വിത്തൗട്ട്? അതിവന് ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. എനിക്കുമുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉണ്ട്. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമുണ്ട്. എന്താണോ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. പാലക്കാട്ടെ CPMലെ പ്രശ്നങ്ങൾ ഒടുവിൽ മുൻ MLA PK ശശിയുടെ പുറത്താക്കലിൽ കലാശിച്ചു. KTDC ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച് കളത്തിലിറങ്ങിയ PK ശശിയുടെ നീക്കം മനസ്സിലാക്കിയ CPM പുറത്താക്കലും പ്രഖ്യാപിച്ചു. പാലക്കാട്ടെ പാർട്ടിക്കാരും ശശിയും തമ്മിലുള്ള എരിവും പുളിയുമടങ്ങിയ അംഗം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. പാർട്ടിക്കെതിരെ പടയൊരുക്കി PK ശശി. ആരായി ശശി? നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി. ആരായി ശശി? നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. സത്യം പറയണം. സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ? കല്ല് കച്ചവടക്കാരൻ പാർട്ടിയുടെ മർമ്മസ്ഥാനത്ത് ഇരുന്നുകൂടാ. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. അതായത് സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത PK ശശിയായിരുന്നു പണ്ട്. പിന്നീട് ആകെ ജീപ്പിൽ ആദ്യമായി കയറിയത് ചുമട്ടുതൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് അന്ന് കോൺട്രാക്ടർകാരൻ കൊടുത്ത ജീപ്പാ. അതിപ്പോഴും കാണാനില്ല. അതിപ്പോഴും കാണാനില്ല. കാണാമറയത്താ. കണ്ടില്ലെന്നാലും കാണാമറയത്താ. പാർട്ടിയുടെ തരംതാഴ്ത്തൽ വന്നപ്പോൾ മുതൽ പുകഞ്ഞുകൊണ്ടിരുന്ന കൊള്ളിയാണ്. മണ്ണാർക്കാട് പ്രാദേശിക നേതൃത്വവുമായി തുറന്ന യുദ്ധത്തിലായിരുന്നു. എങ്കിലും KTDC ചെയർപേഴ്സന്റെ കസേരയിൽ അമർന്നിരുന്ന PK ശശി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത് രാജിവെച്ചപ്പോൾ മാത്രമാണ് പാർട്ടിക്ക് പുകഞ്ഞ കൊള്ളിയായത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലംകുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എൻ്റെ ശൈലിയല്ല. PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ ഇന്നിറങ്ങിക്കോണം. ഈ അംഗത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. നടപടിയല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എക്സ്പെൽഷൻ എക്സ്പെൽ ചെയ്തു. അങ്ങനെയാണ്. PK ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ
നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക. ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. ഇവന്റെ പ്രശ്നങ്ങൾ ഞാൻ ഇവനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവന്റെ പ്രശ്നം മുഴുവൻ വ്യക്തിപരമാണ്. കാരണം രാഷ്ട്രീയമാകാൻ ഒരു വഴിയില്ല. കാരണം രാഷ്ട്രീയമേ ഇല്ലാത്തവനാണ് ഈ ജില്ലാ സെക്രട്ടറി. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ശശി പോട്ടെ, ശശിന് ഒന്നും പറ്റാത്തൊരുത്തൻ. അതിനൊന്നും ഞാൻ മുഖവലിക്കെടുക്കുന്നില്ല ശശിനെ. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ആരോപണവും അന്വേഷണ കമ്മീഷനും കഴിഞ്ഞ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൽ നിന്ന് വെറും സാധാ മെമ്പറായി മാറിയ PK ശശിക്ക് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചു. പക്ഷേ KTDC ചെയർപേഴ്സന്റെ കസേര കൊടുത്ത് സമാധാനിപ്പിച്ചു. അതായത് നടപടി നേരിട്ടിട്ടും ശശിയെ ലാളിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ ആളുണ്ടായിരുന്നു എന്നർത്ഥം. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളന കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ വേറെ ഒരു നേതാവ് ഉണ്ടാവില്ല പാർട്ടിക്ക്. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി. മാർക്സിയൻ ദർശനം എഴുതിയത് PK ശശിയാണെന്ന് പറയാൻ മടിയില്ലാത്തൊരുത്തനാണ് ശശി. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി മുറുകെ പിടിക്കുന്നയാളാണ്. നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ്, യഥാർത്ഥ വിപ്ലവകാരികൾ. അതെ, കമ്മ്യൂണിസ്റ്റ് ആദർശം മുറുകെ പിടിക്കുന്ന PK ശശി തൽക്കാലം കോൺഗ്രസിൽ ചേരാനിടയില്ല. പക്ഷേ ഒറ്റപ്പാലത്തേക്ക് UDFന്റെ സ്ഥാനാർത്ഥി ആയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർന്നപ്പോൾ പകരമായി ഇടത്തേക്ക് ചൂണ്ടിക്കാട്ടിയിരുന്ന കോൺഗ്രസിന് ഇനി PK ശശിയുടെ തീവ്രത അളക്കേണ്ടി വരും. അതിനുള്ള ശ്രമം കോൺഗ്രസ് ബുദ്ധിമുട്ടി ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് കൈനീട്ടി അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്ന ഒന്നാണ്. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അല്ല, അതൊക്കെ വരട്ടെ. കേറി വാ മക്കളെ, കേറി വാ. ശശിന്റെ തീവ്രത അളന്നത് നമ്മുടെ ബാലേട്ടനും ശ്രീമതി ടീച്ചറുമാണെന്നാണല്ലോ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയത്. ഇനി VD സതീശന് മറ്റൊന്ന് അളക്കട്ടെ. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോട്ട് പറഞ്ഞു കേട്ടോ. VD സതീശൻ ഇയാളുടെ തീവ്രത ഒന്ന് അളക്കട്ടെ. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. അല്ലല്ല, അവരുടെ പാർട്ടിയിൽ ഒരു ആരോപണമില്ലല്ലോ. അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹമല്ലേ ഇപ്പൊ രാജിവെച്ചത്? KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച അദ്ദേഹമല്ലേ? അവരുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തതും പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്തു. CPM അന്വേഷണം പ്രഖ്യാപിച്ചു, പാർട്ടി കോടതി വെച്ചു, എന്നിട്ടും ഒരു നടപടി എടുത്തില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് നിലനിൽക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ സ്നേഹമാണ്. ആലപ്പുഴ ജില്ലയിൽ മത്സര സന്നദ്ധത അറിയിച്ചിരുന്ന മറ്റൊരു മുതിർന്ന നേതാവായ G സുധാകരനും സീറ്റില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിൽ പിണങ്ങി പാർട്ടി വിടാനും ഒരുങ്ങി G സുധാകരൻ സഖാവ്. ജയിക്കുന്നവരെ മത്സരിക്കാവൂ. ജയിക്കുന്നവരെ നോക്കി മത്സരിപ്പിച്ച് ജയിക്കുന്ന MLA അസംബ്ലി പോയി ഈ പ്രസ്ഥാനത്തിന് ഇവിടെ രാജ്യം ശ്രദ്ധിക്കുന്ന പ്രസംഗം നടത്തണം, ഇടപെടൽ നടത്തണം. ഏത് സീറ്റ് നിന്നാലും ഞാൻ ജയിക്കും. ഇവിടെ അല്ല, മാത്രമല്ല ഏത് സീറ്റ് നിന്നാലും ജയിക്കും. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കസ്, തോറ്റാലും കസ്. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? പക്ഷേ പാർട്ടി പരിഗണിക്കണ്ടേ? അമ്പലപ്പുഴയിലും മറ്റു മണ്ഡലങ്ങളിലും വേറെ സ്ഥാനാർത്ഥികളായി. G സുധാകരന് വല്ല പരിഗണനയും ഉണ്ടോ എന്ന വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറിയുടെ വക ഒരുമാതിരി ചിരിയും. ഒരു പരിഗണനയില്ല. ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? വെയിലിറക്കുമ്പോ കയറി അകത്തിരി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഈ അപമാനത്തെ സുധാകരൻ സഖാവ് നേരിട്ടത് പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. സുധാകരൻ സഖാവിൻ്റെ ഫീലിങ്സിന് പാർട്ടി വില കൊടുക്കേണ്ടി വരും, വലിയ വില. അതന്നങ്ങനെ അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. ഞങ്ങളാരും ഇന്ന് വരെ G സുധാകരനെതിരെ ഒരു ആക്ഷേപവും വേണ്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ എന്താ പറ്റിയെന്നറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്നത്.
എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. സുധാകരനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ അദ്ദേഹം പരിഹസിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ 75 കഴിഞ്ഞ് VS-ഉം പിണറായിയും മത്സരിക്കുന്നില്ലേ? പ്രായപരിധി കഴിഞ്ഞെന്ന പേരിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയതിനോട് തന്നെ സഖാവ് പൊരുത്തപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് സെക്രട്ടറിയുടെ വക ചിരി. 70 വയസ്സ് കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിൽ നടത്താനുള്ളവരല്ല ഞങ്ങളാരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്ഥിരകൾക്കൂടെ ഓടുക. ആ രക്തഓട്ടം ഉള്ള കാലത്തോടെ രാഷ്ട്രീയം ഉണ്ടാവും. ഹലോ, ആ സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി, ഇവിടെ വെറുതെ ഇരുന്ന് വേലിറങ്ങിയെന്നേ. ജി സുധാകരൻ വളരെ പക്വതയുള്ള, മെച്യൂറായിട്ടുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ആലപ്പുഴ ജില്ല എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഏത് പാർട്ടി എടുത്ത് നോക്കിയാൽ. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രി എന്നുള്ള പേരുള്ള ആളാണ് അദ്ദേഹം. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാരനായ വ്യക്തിയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ബഹുമാനവും ഇഷ്ടവുമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോയാലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കാരണം ഉള്ളിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും മന്ത്രിയും MLA ഒക്കെ ആയി നേതാവും ഒക്കെ ഞങ്ങൾ അദ്ദേഹം വിമർശിക്കാറുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പൂർണ്ണമായ ആദരവാണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം, എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. അനുദയത്തിന് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ടിറങ്ങി. ആയതിനാൽ തൽക്കാലം സഖാവ് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ച് മെരുങ്ങിയിട്ടൊന്നുമില്ല. നിർണായകമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ സഖാവ് ജി സുധാകരന്റെ അനുഭവ സമ്പത്തും കഴിവുമെല്ലാം CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സഹായകമായ വിധത്തിൽ അദ്ദേഹം ഉപയോഗിക്കും എന്നുള്ളതിനകത്താണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹത്തെ പാർട്ടിയിലെ സഹാക്കൾ ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല.